മാനേജ്മെന്റ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഈ രംഗത്ത് കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ എഡ്യൂക്കേഷൻ കോഴ്സായിട്ട് പ്ലാറ്റ്ഫോമായിട്ട് മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ MBA മാത്രമാണ് ഉള്ളത്, അല്ലെങ്കിൽ വേറെ ഏത് കോഴ്സാണുള്ളത്. സോ ദാറ്റ് വി ക്യാൻ കമ്പയർ ആപ്പിൾ ടു ആപ്പിൾ. സോ അവിടെയാണ് നമുക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ് PGDM കുറിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. സോ മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ MBAയും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ് PGDM തമ്മിലുള്ള സിമിലാരിറ്റീസും വ്യത്യാസങ്ങളും എന്തൊക്കെ എന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ ആദ്യമായിട്ട് തന്നെ നമുക്ക് ഇവ തമ്മിലുള്ള സാമ്യതകൾ എന്തൊക്കെയെന്ന് മനസ്സിലാക്കാം. കോർ ഒബ്ജക്റ്റീവ് ഈ രണ്ട് കോഴ്സുകളുടെ നോക്കുകയാണെങ്കിൽ രണ്ടും നോളജും സ്കിൽസും നിങ്ങൾക്ക് തരുന്നത് മെയിനായിട്ടും ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ അതോടൊപ്പം മാനേജ്മെന്റ് കരിയറുകൾക്ക് ആവശ്യമായ കാര്യങ്ങളോട് കൂടിയാണ്. പിന്നെയുള്ളത് കോഴ്സ് കോണ്ടന്റ് ആണ്. ഇവിടെ നമുക്ക് അക്കൗണ്ടിങ്, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഹ്യൂമൻ റിസോഴ്സസ്, ഓപ്പറേഷൻസ്, ബിസിനസ് സ്ട്രാറ്റജി പോലുള്ള സബ്ജക്റ്റുകൾ രണ്ട് കോഴ്സിലും കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഡ്യൂറേഷന്റെ കാര്യം നോക്കുകയാണെങ്കിൽ രണ്ട് കോഴ്സിന്റെയും ദൈർഘ്യം എന്നുള്ളത് 2 വർഷമാണ്. സെമസ്റ്റർ വൈസ് ആയിരിക്കാം. ചില മാറ്റങ്ങൾ യൂണിവേഴ്സിറ്റി ടു യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റിയേക്കാം. മോർ ഓർ ലെസ് ദേ ആർ സെയിം. പിന്നെയുള്ളത് അഡ്മിഷൻ പ്രോസസ്സാണ്. സോ എൻട്രൻസ് എക്സാമിനേഷൻസ് ഉണ്ട്. കാറ്റ്, മാറ്റ്, GMAT, SAT പോലുള്ള എക്സാമിനേഷന്റെ സ്കോർ അടിസ്ഥാനത്തിലായിരിക്കും അഡ്മിഷൻ നടക്കുന്നത്. ഇൻഡസ്ട്രി റെക്കഗ്നേഷൻ നോക്കുകയാണെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മാനേജ്മെന്റിന് ലഭിക്കുന്ന അതേ സ്വീകാര്യത മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പഠിച്ചിറങ്ങിയ കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട്, പ്രൊവൈഡഡ് നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്, എത്രത്തോളം റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് ഈ കോഴ്സ് ചെയ്യുന്നത് എന്നതിനനുസരിച്ചായിരിക്കും. പിന്നെയുള്ളത് കരിയർ പ്രോസ്പെക്റ്റ് ആണ്. സോ ഇത് രണ്ടും മാനേജ്മെന്റ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ രംഗത്തേക്കുള്ള കോഴ്സ് ആയതുകൊണ്ട് തന്നെ ഒരേ രീതിയിലുള്ള അപ്രോച്ചാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, മെയിനായിട്ടും കരിയർ പ്രോസ്പെക്റ്റുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുമ്പോൾ. ഇനി നമുക്ക് ഡിഫറൻസസ് നോക്കാം. സോ ആദ്യമായിട്ട് തന്നെ മനസ്സിലാക്കാനുള്ളത് ഡിഗ്രി വേഴ്സസ് ഡിപ്ലോമ ഡിഫറൻസ് ആണ്. സോ ഡിഗ്രി കോഴ്സുകളും ഡിപ്ലോമ കോഴ്സുകളും തമ്മിലുള്ള വ്യത്യാസം ദി എഡ്യൂക്കേറ്റഡ് ഷോയിൽ ഓൾറെഡി ചെയ്തതാണ്, താല്പര്യമുള്ള കൂട്ടുകാർക്ക് കാണാവുന്നതാണ്. അതോടൊപ്പം മനസ്സിലാക്കാനുള്ളത് മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത് ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി പ്രോഗ്രാമാണ്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ് എന്നുള്ളത് ബേസിക്കലി ഒരു ഡിപ്ലോമ കോഴ്സാണ്. അതുകൊണ്ട് തന്നെ MBAക്ക് ഒരു ഗ്രാജുവേഷൻ പ്രോഗ്രാമിന് ലഭിക്കുന്ന സ്വീകാര്യത ലഭിക്കുന്നു. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മാനേജ്മെന്റിന് ഒരു ഡിപ്ലോമ കോഴ്സ് എന്ന രീതിയിലുള്ള സ്വീകാര്യതയും ലഭിക്കുന്നു. MBA ഏത് രീതിയിലുള്ള സ്ഥാപനങ്ങളാണ് നൽകുന്നത്? മെയിനായിട്ടും യൂണിവേഴ്സിറ്റികൾ ഡയറക്റ്റ് ആയിട്ടും അല്ലെങ്കിൽ കോളേജുകൾ യൂണിവേഴ്സിറ്റികളുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കോളേജുകൾ നൽകുന്ന മാനേജ്മെന്റ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളാണ് MBA എന്നുള്ളത്. നേരെ മറിച്ച് ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, ബിസിനസ് സ്കൂൾസ് ഒക്കെ നൽകുന്ന പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിസിനസ് മാനേജ്മെന്റ് കോഴ്സുകളെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ മാനേജ്മെന്റ് PGDM മോഡലിലും നൽകുന്നു എന്നുള്ളതും പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. പിന്നീടുള്ളത് കരിക്കുലവും അതോടൊപ്പം അപ്രോച്ചുമാണ്. MBA എന്നുള്ളത് കുറേ കൂടി തിയററ്റിക്കൽ ഫൗണ്ടേഷൻ ഉള്ള കോഴ്സാണ്. ബിസിനസ് പ്രിൻസിപ്പിൾസിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനുള്ള സാഹചര്യം അവിടെ ലഭിക്കുന്നു തിയോററ്റിക്കലി. കരിക്കുലം എന്നുള്ളത് ലെസ് ഫ്ലെക്സിബിൾ ആണ്, കുറച്ചും കൂടി റിജിഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് കാണാൻ പറ്റുന്നത്. ഇൻഡസ്ട്രിയിൽ വരുന്ന ചേഞ്ചുകൾ അത്ര പെട്ടെന്നൊന്നും റിഫ്ലക്ട് ചെയ്യുന്നില്ല എന്നുള്ളതും MBAയുടെ ഒരു പോരായ്മയായി പൊതുവെ കരുതപ്പെടാറുണ്ട്. അതായത് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ രംഗം എന്നുള്ളത് ഡയറക്ട്ലി ഇൻഡസ്ട്രി ഓറിയന്റഡ് കോഴ്സുകളാണ്. സോ ഇൻഡസ്ട്രികൾ പൊതുവെ ചേഞ്ചസ്, മാറ്റങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ MBA പ്രോഗ്രാമിൽ വരുന്നില്ല എന്ന കുറവ് പൊതുവെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മാനേജ്മെന്റിന് ഈ ഒരു കുറവില്ല എന്നുള്ളതും ഇതിന്റെ പ്രാക്ടിക്കൽ അപ്രോച്ചും, അതായത് PGDM പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ വഴി ബിസിനസ് നോളജ് നൽകുന്നു എന്നുള്ളതും PGDM കോഴ്സിനെ MBAയിൽ നിന്നും വേറിട്ട് നിർത്തുന്നു. അതോടൊപ്പം ഇൻഡസ്ട്രിയിൽ വരുന്ന മാറ്റങ്ങൾ എത്രയും പെട്ടെന്ന് കരിക്കുലത്തിലേക്ക് ഉൾക്കൊള്ളിച്ച് PGDM കോഴ്സുകൾ പൊതുവെ നല്ല രീതിയിലുള്ള റെലവൻറ്റ് കോഴ്സായി മാറുന്നു എന്നുള്ളതും ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. പിന്നീടുള്ളത് റെഗുലേഷനും അതോടൊപ്പം റെക്കഗ്നിഷനുമാണ്. നേരത്തെ പറഞ്ഞ പോലെ യൂണിവേഴ്സിറ്റികൾ അഫിലിയേറ്റ് ചെയ്ത കോളേജുകളുമാണ് MBA പ്രോഗ്രാമുകൾ നൽകുന്നത്. സോ യൂണിവേഴ്സിറ്റികൾ വരുമ്പോൾ നമുക്കറിയാം യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ UGC വരുന്നുണ്ട്. സോ UGC ആണ് MBA കോഴ്സുകളെ റെഗുലേറ്റ് ചെയ്യുന്നത്. നേരെ മറിച്ച് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ് PGDM-നെ റെഗുലേറ്റ് ചെയ്യുന്നത് ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ AICT ഓഫ് ഇന്ത്യയാണ്. കുറേ കൂടി ഡെപ്തിൽ പോവുകയാണെങ്കിൽ UGC-യും AICT-യും പല രീതിയിലുള്ള ബന്ധങ്ങളുണ്ട്. ഏതായിരുന്നാലും ഇവയുടെ ഡയറക്റ്റ് റെഗുലേഷനും റെക്കഗ്നീഷനും നടക്കുന്നത് MBAയുടെ കാര്യത്തിൽ UGC-യും PGDM-ന്റെ കാര്യത്തിൽ AICT-യുമാണ്. പിന്നീടുള്ളത് കോസ്റ്റ് ആണ്. MBA പഠിക്കുമ്പോൾ പൊതുവെ കോഴ്സ് ഫീ എന്നുള്ളത് കുറവാണ്, കാരണം ഗവൺമെന്റ് അഫിലിയേഷൻ ഉള്ളത് കൊണ്ട് തന്നെ. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിന്റെ കാര്യമാണെങ്കിൽ ബിസിനസ് സ്കൂൾസ് പ്രൊവൈഡ് ചെയ്യുന്ന ഓട്ടോണോമസ് സ്ഥാപനങ്ങൾ നൽകുന്ന കോഴ്സ് ആയതുകൊണ്ട് തന്നെ
അല്പം കോസ്റ്റ്ലി ആണ്, എക്സ്പെൻസീവ് ആണ്. ഇമ്പോർട്ടൻസ് നമുക്ക് ജോബ് മാർക്കറ്റിൽ കൂടി നോക്കുകയാണെങ്കിൽ ഈ രണ്ട് കോഴ്സുകൾക്കും കാര്യമായിട്ടുള്ള വ്യതിയാനം എംപ്ലോയേഴ്സ് നൽകുന്നില്ല എന്ന കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഏതായിരുന്നാലും റെലവൻ്റ് ആയിട്ടുള്ള സ്കോപ്പുള്ള ഫ്ലെക്സിബിലിറ്റി ഉള്ള ഇൻഡസ്ട്രി റെലവൻസ് ഉള്ള കോഴ്സുകൾക്കാണ് ഏതൊരു എംപ്ലോയറും കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ആ ഒരു കാര്യം നോക്കുമ്പോൾ പൊതുവെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ് PGDM-നായിരിക്കും മുൻതൂക്കം. ഈ രണ്ട് കോഴ്സും MBA ആയാലും PGDM ആയാലും ഇവ നൽകുന്ന സ്ഥാപനത്തിന്റെ റെപ്യൂട്ടേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് PGDM ആണോ പഠിക്കാൻ താല്പര്യം, അതല്ല MBA ആണോ എന്ന് നോക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഡിഗ്രിയും ഡിപ്ലോമയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കലാണ്. അതോടൊപ്പം തിയോററ്റിക്കലും പ്രാക്ടിക്കലും അപ്രോച്ച് മാനേജ്മെന്റ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ രംഗത്ത് ഏത് കോഴ്സുകളാണ് നൽകുന്നത്, അതോടൊപ്പം നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റെപ്യൂട്ടേഷൻ, കരിക്കുലം, പ്ലേസ്മെന്റ് റെക്കോർഡ്, അതോടൊപ്പം സ്പെസിഫിക് പ്രോഗ്രാംസ് ഈ ഓരോ കോഴ്സിനും ഓരോ സ്ഥാപനങ്ങൾ നൽകുന്നതും ഏതൊക്കെ രീതിയിലാണ് എന്നൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം MBA വേണോ PGDM വേണോ എന്ന ഒരു തീരുമാനത്തിൽ എത്തേണ്ടത്. ഇതാണ് നമുക്ക് മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ MBAയും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ് PGDM-ഉം തമ്മിലുള്ള വ്യത്യാസം, ഇതിൽ ഏത് കോഴ്സാണ് നിങ്ങൾ സെലക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. എന്തുകൊണ്ടായിരിക്കും നിങ്ങൾ ആ കോഴ്സ് സെലക്ട് ചെയ്യുന്നത് എന്ന കാര്യവും മെൻഷൻ ചെയ്യുക. നിങ്ങൾ ഓൾറെഡി MBA പഠിച്ച ഒരാളാണെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റിയത്, ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, അതോടൊപ്പം PGDM പഠിച്ച ആളാണെങ്കിൽ എന്തൊക്കെ നല്ല കാര്യങ്ങളാണ് നിങ്ങളുടെ കരിയറിൽ PGDM വഴി വന്നിട്ടുള്ളത്, അതോടൊപ്പം എന്തൊക്കെ പോരായ്മകളാണ് നിങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ളത് എന്ന കാര്യവും പ്രത്യേകം ഹൈലൈറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.